ജൂനിയർ NTR അഭിനയിച്ച സിനിമയിലെ കോമഡി രംഗങ്ങൾ കണ്ട് രോഗി. ബ്രെയിൻ ട്യൂമർ നീക്കം ചെയ്യുന്ന സർജറിയിൽ വ്യാപൃതരായ ഡോക്ടർമാർ. കേൾക്കുമ്പോൾ ഏറെക്കുറെ ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ടാകുമല്ലേ? ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. വിശദാംശങ്ങളൊക്കെ KB ശ്രീധരനായിരിക്കും നമ്മളോട് പറഞ്ഞു തരിക. ശ്രീധരൻ, ശരിക്കും നമ്മുടെ മെഡിക്കൽ രംഗത്തുള്ള പല അത്ഭുതങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലേ. അതിനിടയിൽ ബ്രെയിൻ ട്യൂമറിന്റെ ശസ്ത്രക്രിയ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവമൊക്കെ മെഡിക്കൽ ഫീൽഡിൽ സംഭവിച്ചുകൂടാ? അതായിരിക്കും ഒരുപക്ഷെ ഈ കാലത്തുള്ള ചോദ്യമായിട്ട് ഉയർന്നു വരുന്നത്. എന്തായാലും എങ്ങനെയായിരുന്നു സംഭവം? പൂജ, ഏതായാലും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത കൗതുകമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ട്യൂമറൊക്കെ വന്ന്, അതും ബ്രെയിൻ ട്യൂമറൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ വല്ലാത്ത ഒരു എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്ന ഒരു സാധ്യതയാണ്, അവസ്ഥയാണ് ഉണ്ടാവുക. ഏതായാലും ഇവിടെ കാക്കിനാഡയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഈ ഒരു ശസ്ത്രക്രിയ നടന്നത്. അതായത് ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആൾ ബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഇത് നടത്തുന്ന ആ സമയത്ത് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി എന്ത് വേണം എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ഏതായാലും ഇവർ പറഞ്ഞു, എനിക്കൊരു സിനിമയിലെ രംഗങ്ങൾ കണ്ടാൽ മതി. അനന്തലക്ഷ്മി എന്നുള്ള 55 വയസ്സുകാരിയാണ് ഇങ്ങനെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ജൂനിയർ NTRും അതുപോലെ തന്നെ ബ്രഹ്മാനന്ദവും. മലയാളികൾക്ക് സുപരിചിതരാണ് രണ്ടുപേരും. ഇവർ രണ്ടുപേരും അഭിനയിച്ച അധുർസ് എന്നുള്ള ആ സിനിമ. ആ സിനിമയിലെ കോമഡി രംഗങ്ങൾ തെലുങ്ക് പ്രേക്ഷകരെ ആകെ വല്ലാതെ കുടുകുടാ ചിരിപ്പിച്ച ഒരു സിനിമ കൂടിയാണ്, രംഗങ്ങളാണ്. അത് കണ്ടുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ അവിടെ പൂർത്തിയാക്കിയത്. ഏതായാലും ഈ പരീക്ഷണം ഏതായാലും വിജയം കണ്ടു. അവർക്ക് അങ്ങനെ അധികം ബോധം പോകുന്ന രീതിയിലേക്കൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനൊക്കെ ആയി. നേരത്തെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഇവർ ട്രീറ്റ്മെൻറ്റായിട്ട് ചെന്നിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം തന്നെ അവരെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഏതായാലും കാക്കിനാഡയിലെ ഈ സർക്കാർ ആശുപത്രി നടത്തിയ ശസ്ത്രക്രിയ പൂർണ്ണ വിജയമായി. ഒരു ആഴ്ച കഴിഞ്ഞാൽ അവർക്ക് ആശുപത്രി വിടാനാകുമെന്നാണ് ഈ ആന്ധ്ര ആരോഗ്യ വകുപ്പ് അതുപോലെ തന്നെ കാക്കിനാഡ ആശുപത്രിയിലെ ജില്ലാ സൂപ്രണ്ടൊക്കെ അറിയിക്കുന്നത്. ഏതായാലും അവർ ഇപ്പോൾ പരിപൂർണ്ണ ആരോഗ്യവതിയായി. ഇതിന് ഒരു കാരണം കൂടി ഈ ഒരു സിനിമ കൂടിയായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പനി വന്നാൽ പോലും തളർന്നു പോകുന്നവരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ഇങ്ങനെ വലിയൊരു അസുഖമൊക്കെ വന്ന് അതിന് ശസ്ത്രക്രിയയിലേക്കൊക്കെ പോകുന്നവരുടെ കാര്യം അവർ മാനസികമായിട്ടൊക്കെ വല്ലാതെ തളർന്നു പോകും. ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചെറിയൊരു ഇഞ്ചക്ഷൻ്റെ കാര്യത്തിൽ പോലും പേടിയുള്ളവർ ഒരുപാടുണ്ടാവും. അപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ കൂളാക്കി, രോഗിയൊക്കെ കൂളാക്കിക്കൊണ്ട് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കാലത്ത് ഏറെ നിർണായകം കൂടിയാണ്. അതിനൊരു ചുവടുവയ്പ് കൂടിയായിരിക്കട്ടെ. ശരി ശ്രീധരൻ.